കുട്ടികളോടുള്ള ആ പ്രത്യേകമായ സ്നേഹം, അപാരമാണ് സ്നേഹം. കുട്ടികളോടുള്ള പെരുമാറ്റമാണ്. മകളുടെ മക്കള്, മകന്റെ മക്കള്, ഇങ്ങനെ പേരക്കുട്ടികൾ, ഏത് കുട്ടികളോടാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച് വീട്ടിൽ മൊത്തം അറിയാം. സാധാരണ ഒരു കുട്ടി വീട്ടിൽ 1.5 വയസ്സായിട്ടാണ് സംസാരിച്ചു തുടങ്ങാൻ സങ്കല്പിക്കുക, ചെറിയ ചെറിയ സംസാരം തുടങ്ങാൻ. ഉസ്താദിന്റെ വീട്ടിലെ കുട്ടികൾ അതിനൊരു 3-4 മാസം മുതൽ സംസാരിച്ചു പ്രതികരിച്ചു തുടങ്ങും. കാരണം ഉസ്താദ് ഇങ്ങനെ ആ കുട്ടിന്റെ ശൈലിക്കനുസരിച്ച് കുട്ടിയെ വിളിച്ചുകൊണ്ട് കുട്ടിയെ പ്രതികരിപ്പിക്കും. ആ വിധത്തിൽ കുട്ടിയെ ഏറ്റവും അടുപ്പിച്ച് നിർത്തുമായിരുന്നു. അങ്ങനെയുള്ള സ്നേഹമായിരുന്നു കാണിച്ചത്. കുട്ടികളോട് അളവറ്റ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് തന്നെ കുട്ടികൾ തിരിച്ചും അങ്ങോട്ട് നല്ല പെരുമാറ്റവും നല്ല ബന്ധവും ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു സ്വന്തം പിതാമഹൻ കണ്ടിരുന്നത്. എന്റെ ഒരു മോള് ലയ്യന എന്ന് പറയും, ഇപ്പോ വളവന്നൂർ ഗുഫിയ കോളേജിൽ പഠിക്കുന്നത് ചെറിയ കുട്ടിയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്നൊക്കെയാണ് തമാശയും സംസാരം നടത്തിക്കൊണ്ട്. പ്ലേറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് കിച്ചണിലേക്ക് ഏകദേശം ഇവിടുന്ന് അപ്പുറത്തേക്ക് പുറത്തേക്ക് നടന്നു പോകുന്ന അത്ര നടന്നു പോകണം. അപ്പൊ എന്റെ മോള് ഉസ്താദിനോട് പറഞ്ഞത്രേ, ഇപ്പൊ ചെങ്ങൾ ഈ പാത്രം ഒന്ന് കൊണ്ടുകൊടുത്തു. അപ്പൊ അദ്ദേഹം നേരെ ആ പാത്രം വാങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നിട്ട് അമ്മായിമാരോട് പറഞ്ഞു, ഏയ് നോക്ക, ലീനു ഈ പാത്രം നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താണ് ഇത് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടാണെന്ന് കൊണ്ടുകൊടുത്തു. ഒരക്ഷരവും തിരിച്ചു പറയാതെ പുഞ്ചിരിയോടുകൂടി ആ ഒരു കൊച്ചുകുട്ടിയുടെ അഭ്യർത്ഥന, ആ കുട്ടിക്ക് അങ്ങനെ പറയാൻ പാടില്ലെന്ന് അറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതും സ്നേഹത്തോടുകൂടി കൈകാര്യം ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഈ സ്നേഹമൊക്കെ കാണിക്കുന്ന സമയത്ത് കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ അതത് ഘട്ടത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായി ഉസ്താദിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്റെ ഈ പറയപ്പെട്ട മോളും ഈ മോളെ മൂത്ത മോളും എന്റെ മൂത്തച്ഛന്റെ മൂത്ത മോളും രണ്ടുപേരും നല്ല പാട്ട് പാടും. പലപ്പോഴും അവർ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ റിയാലിറ്റി ഷോ കാണുമ്പോൾ നമുക്ക് ഇസ്ലാമികമായ പരിമിതി ഇല്ലായിരുന്നെങ്കിൽ ഇതിലൊക്കെ പങ്കെടുപ്പിക്കാമായിരുന്നു തോന്നും. അങ്ങനെ നന്നായി പാട്ട് പാടും. അപ്പൊ ഈ 2 കുട്ടികളെയും വിളിച്ചു നിർത്തി ഉസ്താദിന് നന്നായി കവിത, പാട്ട് രചിക്കാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു. ഉസ്താദ് ഞാൻ എപ്പോഴും അവരെ വിളിച്ച് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. പാട്ട് പാടിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് സ്വന്തമായി പാട്ട് എഴുതി കൊടുക്കുകയും ഒരിക്കൽ ഇവർ പാട്ട് പാടുന്നത് കേട്ട് ഉസ്താദിന്റെ മുന്നിൽ നിന്ന് പാട്ട് പാടുന്നത് കേട്ട് ഞാൻ ആ പാട്ടിന്റെ മനോഹാരിത കണ്ടപ്പോൾ ഈ പാട്ട് മറിച്ച് വളർന്നു വരുന്ന ബന്ധപ്പെട്ട് ജീവിക്കണമെന്നുള്ള കൃത്യമായ ഒരു ചിത്രം മനസ്സിൽ കുത്തിവെക്കുന്നതായിരുന്നു ആ പാട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏതാനും വരികൾ ഇന്നും മറന്നുപോകാത്ത മോനോട് ഞാൻ ടെലഫോണിൽ വാട്സപ്പിൽ വാങ്ങിയിട്ട് ഏതാനും വരികൾ ഞാനിപ്പോൾ കുറിച്ചു വെച്ചു. അദ്ദേഹം എഴുതി കൊടുത്ത് കുട്ടികളെ കൊണ്ട്, പെൺകുട്ടികളെ കൊണ്ട് പാടിപ്പിച്ച പാട്ട്: തെരുവിലിറങ്ങി നടക്കേണ്ട, ദേഹമോ മുടി വെളിവാക്കേണ്ട, തെറ്റിന് വഴികളൊരുക്കേണ്ട, തമ്മാടികൾക്കിട നൽകേണ്ട. ആദ്യത്തെ 4 വരികൾ എത്ര മനോഹരമായിട്ടാണ്. തെരുവിലിറങ്ങി നടക്കേണ്ട, ദേഹം മുടി വെളിവാക്കേണ്ട, തെറ്റിന് വഴി വെക്കേണ്ട, തമ്മാടികൾക്കിട നൽകേണ്ട. സ്ത്രീകളാകുമ്പോൾ പുറത്തിറങ്ങി അന്യ പുരുഷന്മാരുമായി കാണാനിടയാകുന്ന വിധത്തിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന്റെ അപകടകരമായ പ്രവണത ആ കൊച്ചുകുട്ടികൾക്ക് 4 വരികളിലൂടെ എത്ര മനോഹരമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. തുടർന്ന് പരപുരുഷന്മാർക്കിടകലരേണ്ട, പരസ്പരം നോക്കി രസിക്കേണ്ട, പാതകമാർഗം തേടേണ്ട, പൈശാചികം പിന്തുടരേണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഇരുസഹധർമ്മിണികൾക്കൊത്ത്
ഇതമിലിരിക്കും നേരത്ത് ഇതമിൽ നബിയുടെ ചാരത്ത് ഇബ്നു മക്തൂം വന്നെത്തി. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് സഹധർമ്മികളും ഇരിക്കുന്ന ഘട്ടത്തിൽ അവിടെ കണ്ണിന് കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു വന്നെത്തി. അദ്ദേഹം തുടർന്ന് തന്റെ പാട്ടിൽ പറയുന്നു, മറയുക ഇരു പേരും നിങ്ങൾ മഹതികളോടായി നബി തങ്ങൾ, മറുചോദ്യം എന്തിനു ഞങ്ങൾ മറയേണ്ടതെന്ന് കളത്രങ്ങൾ. നിങ്ങൾ രണ്ടുപേരും മറഞ്ഞു നിൽക്കണമെന്ന് പ്രവാചകത്തിനുമേനി തന്റെ രണ്ട് ഭാര്യമാരോട് പറയുകയാണ്. അവർ തിരിച്ചു ചോദിക്കുന്നു, അപ്പൊ അമ്പ്യാവാൻ നബിയെ ഞങ്ങൾ എന്തിനാണ് മറന്നിരിക്കുന്നത്, അദ്ദേഹം അന്ധനല്ലേ, എന്ത് പ്രശ്നമാണ് ചോദിച്ചു. പ്രവാചകത്തിനുമേനി തിരിച്ചു ചോദിച്ചു, അപ്പൊ അമ്യാവാനി അംസുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധനല്ലല്ലോ, നിങ്ങൾക്ക് അങ്ങോട്ടും കാണാൻ പാടില്ല, മാറി നിൽക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗനിർദ്ദേശം നൽകി. ഏതാനും വരികൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ വരികൾ സുന്ദരമായി ആലപിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുട്ടികളുടെ മനസ്സിൽ ഇന്നും അത് കൊത്തിവച്ചിരിക്കുന്നു, സുന്ദരമായി മനഃപ്പാഠമാക്കി വച്ചിരിക്കുന്നു. അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ മാർഗ്ഗനിർദ്ദേശം തർബിയത്ത് നൽകുന്ന സ്വഭാവം. അതോടൊപ്പം ജീവിതത്തിലെ സൂക്ഷ്മത, അത് അങ്ങേയറ്റം സൂക്ഷ്മതയാകുന്നു. തന്റെ കുടുംബജീവിതത്തിൽ, പൊതുജീവിതത്തിലുള്ള പോലെ കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്ത് അതിസൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. ഓരോ നിറവെളിച്ചം വിതറി താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച ജനലക്ഷങ്ങളോട് യാത്രാമൊഴി ചൊല്ലി നാഥന്റെ വിളിക്കുത്തരം നൽകിയ പരിത്യാഗി. കണ്ണീർ തുള്ളികളെന്നുടെ കവിളിൽ പാടുക തീർത്തല്ലോ, കരയും വീണയിൽ ചുടുനീരു പടർന്നല്ലോ, കരളേടി മുഴങ്ങുന്ന പ്രതീതിയിൽ വാർത്ത പരന്നല്ലോ, കരുണാസാഗരം കേട്ടി ഉസ്താദെന്ന് പിരിഞ്ഞല്ലോ, നിരയതിൽ നിന്നും വെള്ളിലെ വിളക്കായി നിന്നും നേതാവിൻ സ്തുതികളതിന്ന് സ്മരണകളായല്ലോ, നിരയതിൽ നിന്നും വെള്ളി വിളക്കായി നിന്നും നേതാവിൻ സ്തുതികളതിന്ന് സ്മരണകളായല്ലോ, കണ്ണീർ തുള്ളികളെന്നുടെ കവിളിൽ പാടുക തീർത്തല്ലോ, കരയും വീണയിൽ ചുടുനീര് പടർന്നല്ലോ, കരളേടി മുഴങ്ങുന്ന പ്രതീതി വാർത്ത പരന്നല്ലോ, കരുണാസാഗരം കേട്ടി കാലന്നു പിരിഞ്ഞല്ലോ. ദീനിന്റെ കേവല വഴിയെ ജീവിതം നീക്കിയൊരാത്മാവ്, ദീനതയെ കഴിയും അശരണക്കാശ്രയമായൊരു പൂങ്കാവ്, ആദർശ വീതിയിൽ വിപ്ലവ ഇതിഹാസങ്ങൾ തീർത്തവര്, ആത്മീയത മുഖ്യ വഴിയിൽ വിജയം ചെയ്തൊരു വീരിത്, പോയല്ലോ പോയല്ലോ അനവധിയെത്തി മക്കളെ വന്യപിതാവിന്ന്, ഒരിയുന്നൊരു ജനമനമഖിലവും ഒരു 4-5 വർഷക്കാലം എന്നെയും കൂടെ കൂട്ടിയിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് കാശുണ്ടാക്കുന്ന കൂട്ടത്തിൽ ചില പ്രത്യേകക്കാരെ പരിചയപ്പെടുത്താൻ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോകും.
അല്ലാത്ത സമയം ഞാൻ ഉസ്താദിന്റെ കൂടെ നടക്കേണ്ടത് ഞാൻ വേറെ പോയിട്ട് ചില്ലറ കാശുണ്ടാക്കി തിരിച്ചെടുക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ 100 ദിർഹം തരും. അത് ബസ്സൊക്കെ കയറി കാശ് ടാക്സ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയും കാശ് തരും. ഇങ്ങനെ ആവശ്യത്തിന് യാത്രക്കുള്ള കാശ് തരും. ബാക്കി കിട്ടുന്ന കാശൊക്കെ അതിനെ തിരിച്ചു കൊണ്ടു കൊടുക്കും. അങ്ങനെ 2 കൊല്ലം എനിക്ക് അനുഭവം ചെയ്യും. അവസാനം തന്നെ കാശ് കിട്ട കാശൊക്കെ അയക്കാനൊക്കെ കൊടുത്തേൽപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സി പോകേണ്ടി വരും, ബസ്സിന് പോകേണ്ടി വരും. അങ്ങനെ കാശ് കഴിഞ്ഞിട്ട് ചില്ലറ ബാക്കി 36 ദിർഹം അല്ലെങ്കിൽ 53 ദിർഹം അല്ലെങ്കിൽ 16 ദിർഹം 15 ദിർഹം അങ്ങനെയൊക്കെ ബാക്കി ഉണ്ടാവും ചില്ലറ പൈസ. അതിന് ചില്ലറ കോയിനും ഉണ്ടാവും, നോട്ടും ഉണ്ടാവും. അത് പിന്നെ എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു, അതിങ്ങനെ പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാണ് വെച്ചാൽ മതി, പിന്നെ വരുമ്പോൾ നമുക്ക് ആവശ്യം അപ്പം എടുക്കാൻ മതി. അങ്ങനെ 3ാമത്തെ കൊല്ലായപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇതിപ്പോ നമ്മളിങ്ങനെ കെട്ടിപ്പോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനുള്ള വലിയൊരു ബാധ്യത. ഇതിപ്പോ ആകെ ഇപ്രാവശ്യം 36 ദിർഹം ബാക്കിയുണ്ട്. ഞാൻ നജാത്തിന് ലീവ് എടുത്താണ് നിങ്ങൾ കൂടെ വരുന്നത്. എനിക്ക് ഏതാണ്ട് എന്റെ ശമ്പളം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 36 ദിർഹം എന്ന് പറഞ്ഞാൽ 360 റുപ്യ ഉണ്ടാകുക ഇന്ത്യന്റെ. അത് സൂക്ഷിച്ചേക്കാൻ ഭയങ്കര ബാധ്യത കൊല്ലം വരെ. അപ്പൊ ഞാൻ ചെലവഴിച്ചാല് ഹലാലാവൂലേ ചോദിച്ചു. എനിക്ക് ഈ കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണ്ടല്ലോ എന്റെ നഷ്ടത്തേക്കല്ലേ വരുള്ളൂ. അതിന് ഉസ്താദ് ചോദിച്ചു, എന്റെ നഷ്ടം നികത്തുന്ന അത്രയ്ക്ക് എനിക്ക് വല്ല പ്രസംഗമൊക്കെ നടത്തിയിട്ട് ആരെങ്കിലും പൈസ തരില്ലല്ലോ ചോദിച്ചു. അത് ഓക്കെ അല്ലാതെ മനസ്സിലായി. ഞാൻ പൈസ കിട്ടുന്ന പ്രശ്നം ഞാനങ്ങനെ ചോദിച്ചാണ് ഇത് സൂക്ഷ്മതയോട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട ബുദ്ധിമുട്ടാണ് വെച്ചത്. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഞാനിങ്ങനെ ബാക്കി വരുന്ന കാശ് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാന്നുള്ളത് കൊണ്ട് നാട്ടിൽ നിന്ന് ഞാൻ യാത്ര പോകുമ്പോൾ ചമ്മാട് ഇങ്ങനെ കടണ്ട്, ആ കടന്റെ വരുന്നു ഞാൻ അവിടെ അത് കൊടുത്തിട്ട് അത് നോട്ടാക്കിയിട്ട് തിരിച്ച് ധാരണജാത്തിൽ വരുമ്പോൾ അവിടെ ഓഫീസിൽ കൊടുത്ത് ഒരു റെസിപ്റ്റ് എഴുതിക്കലാണ്. അങ്ങനെ 10 25 300 റുപ്യൊക്കെ ഉണ്ടാവും. അനക്കും അങ്ങനെ ചെയ്താൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ 10 100 വട്ടം മതിയാണ്. ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി കാരണം ഞാൻ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് മാത്രം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ദാറുൽ നജാത്തിന്റെ പൊതുസ്ഥാപനത്തിന്റെ അദ്ദേഹത്തിന് എത്രയോ കാശ് വേണമെങ്കിൽ എടുക്കുക. അദ്ദേഹം തന്നെ ചെലവാക്കിയ കാശ് 1 ദിർഹം അദ്ദേഹം ഒരു സ്കിൽസ് അദ്ദേഹം അതിൽ എടുത്തിട്ടില്ല. ആ സൂക്ഷ്മതാബോധം മറ്റുള്ളവരെടുക്കാനും അനുവദിച്ചില്ല. റിസീവർമാരെ ഇതിനുവേണ്ടി വിപുലമായി വെച്ചുകൂടെ വലിയ സ്ഥാപന സമുച്ചയ ദാറുൽ നജാത്ത് ഈ ഇരിക്കുന്ന CM സാഹിബ് അവിടുത്തെ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറാണ്. ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമുച്ചയ. എത്രയോ കാശ് കുറച്ച് റിസീവർ വെച്ച് കലക്കിയ, പക്ഷെ 40% കമ്മീഷൻ കൊടുക്കണം. അദ്ദേഹം കമ്മീഷൻ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അതിന് പിരിച്ചിട്ട് അങ്ങനെ കമ്മീഷൻ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സംതൃപ്തി നൽകുന്ന കാര്യമായിരുന്നില്ല. ഇതുപോലെ ലേഖനം ചോദിച്ചാലും നമ്മൾ വീട്ടിൽ കാണുന്ന കേസാണ്. എത്രയോ സ്ഥാപനങ്ങളും സംഘടനകളും പ്രാദേശിക സോവനീറുകളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിനോട് സോവനീർക്ക് ലേഖനം ചോദിച്ചാൽ ചിലപ്പോൾ ലേഖനം കത്തെഴുതി ചോദിക്കും, ചിലപ്പോൾ ഒന്ന് പറയും, എനിക്ക് കഴിയില്ല എന്ന് പറയില്ല. എല്ലാ ആൾക്കാർക്കും ചോദിച്ചവർക്ക് അദ്ദേഹം സോവനീർ ലേഖനം എഴുതി കൊടുത്തു. മരിക്കണ സമയത്തും അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഒരു ലേഖനം എഴുതി 1.5 പേജ് എഴുതി വെച്ചിരുന്നു. ആർക്കാണ് പറഞ്ഞത്? സത്യത്തിൽ നമുക്കിതിന്റെ ഗൗരവം അറിയുന്നത് നമ്മളിങ്ങനെ പല ആൾക്കാരും ലേഖനം എഴുതിക്കാറുണ്ട്. നമ്മൾ പോയി നടക്കുമ്പോൾ സമയം കിട്ടുക, ഞാനോട് പറയും എവിടെയെങ്കിലും എഴുതിയാൽ കിട്ടുമ്പോൾ കൊടുത്തോളി അറിയും, ഞാൻ ഇന്നെ കൊടുക്കട്ടെ എഴുതും. അങ്ങനെ കൊടുക്കാൻ സമ്മതാക്കല്ലാതെ ലേഖനം എഴുതാൻ നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ ഇത്ര തിരക്കി പിടിച്ച ജീവിതത്തിലേക്ക് ഉസ്താദ് അവർ നമ്മൾ പ്രവർത്തകരെ നിരാശരാക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എപ്പോഴും വാക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്കൊക്കെ ആവശ്യമായത് ചോദിച്ചതൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഏറ്റവും ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മൾ സംശയം ചോദിച്ചാൽ ആ സംശയം നമ്മൾ ചോദിച്ചതായിരിക്കും എങ്ങനെയും തർക്കിക്കാം. കാരണം ആദ്യം ഭയങ്കര പേടിയ ദിവസമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ. കാരണം എന്റെ വാപ്പയൊരു പണ്ഡിതനാണ്, വാപ്പ സ്ട്രിക്റ്റാ. വാപ്പ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കാൻ പോലും പാടില്ല, അവിടെ അങ്ങനെ വളരെ ആദരവോടെ നിൽക്കണം, ഭയങ്കര അച്ചടക്കം ശ്രദ്ധിക്കണം. അപ്പൊ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞുള്ള ഉസ്താദോടെ ഇരിക്കുമ്പോൾ ഞാനൊരിക്കലും ഇരിക്കില്ല, വിട്ടുപോയി ഇങ്ങനെ മാറി നിൽക്കും. അവസാനം ഇരിക്കണം പിടിച്ചിരുത്തി, പിന്നെ അങ്ങനെ ലോകിയായി പിന്നത് എന്ത് പ്രശ്നമാണ്, എന്ത് ചോദിക്കും തർക്കിക്കും. അപ്പൊ നമ്മുടെ ആദർശ സംബന്ധമായ എന്തെങ്കിലും സംഘടനാപരമായ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമ്മൾ ചോദിച്ചു, അപ്പൊ ഉസ്താദെ അറിയില്ല, നമ്മൾ ശ്രദ്ധ വിട്ടിട്ടുണ്ടാവും.
പക്ഷെ 2 or 3 ദിവസം കഴിഞ്ഞ് ഉസ്താദ് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയിട്ട് ഉണ്ടാകും. ഉസ്താദ് വിളിച്ചിട്ട് പറയും, ഞാൻ ചോദിച്ച ചോദ്യം ആ കിതാബിൽ ഇന്ന സ്ഥലത്തെല്ലാം കാണിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു മുഖാമുഖ പരിപാടിക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ സംശയം വരാൻ ചോദിക്കാൻ സാധ്യതയുള്ള നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് അന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തൊരു വിഷയമായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം ചെല്ലാൻ എവിടെ തെളിവ്? പെട്ടെന്ന് അങ്ങനത്തെ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഉസ്താദോട് ചോദിച്ചു. ഉസ്താദ് തിരുമുദിയിൽ എന്റെ ഹദീസ് ഉണ്ട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഉസ്താദ് വിളിച്ചു. തിരുമുദി മറിച്ച് പേര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ 10 വട്ടം ലാ ഇലാഹ. അത് എത്ര ദിവസങ്ങൾ കഴിക്കുന്നതാണെങ്കിലും ചോദിച്ചാൽ ഉസ്താദേ അതിന് കൃത്യമായ ഉത്തരം നമുക്ക് ബോധ്യപ്പെടുത്തി കണ്ടെത്തി ബോധ്യപ്പെടുത്തരുമായിരുന്നു. ആ ഒരു കൃത്യത. ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാത്ത സ്വഭാവം ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേയില്ല. അതേസമയം ആദർശ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിച്ചു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ ജീവിതം തന്നെ പോരാട്ടങ്ങളുടെ ജീവിതമാണ്. അപ്പൊ നമ്മളെ കാണുന്നത് ഉസ്താദുകൾക്ക് താല്പര്യം തന്നെ തോന്നാൻ ചെറുപ്പത്തിലേ തോന്നാൻ കാരണം തന്റെ ആദർശ വിഷയത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യാതെ, എന്നാൽ പ്രതിയോഗികളെ അധിക്ഷേപിക്കുന്ന കുറ്റകരമായ വാക്കുകൊണ്ട് അധിക്ഷേപിക്കാതെ മാന്യമായി അന്തസ്സായി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു എക്സ്ക്യൂസില്ല. എന്റെ മാന്യ സ്നേഹിതൻ കാന്തപുരം അബൂബക്കർ സ്ഥലത്ത് കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വെട്ടി തുറന്നു പറയും. ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം ശരീഅത്തിന്റെ വിഷയത്തിൽ ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും 1984 ശരീഅത്ത് പ്രക്ഷോഭ കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അന്ന് ഈ രാജ്യത്തെ പരമോന്നത നീതിന്യായത്തിലൂടെ സുപ്രീം കോടതി മുസ്ലിങ്ങളുടെ ശരീഅത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് ആജീവനാന്തം ചെലവ് കൊടുക്കുന്നത് വിധി പ്രഖ്യാപിച്ചു. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ. വിവാഹമോചനം ചെയ്താൽ ആജീവനാന്തം മരിക്കുന്നവരെ ചെലവ് കൊടുക്കണ്ട. അത് ശരീഅത്ത് നിയമത്തിൽ ഭേദഗതിയാണ്. അത് വലിയ ഗൗരവതരമായി കണ്ടു അന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗ് പോലും. മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ 2 എംപിമാരാണ് ഇബ്രാഹിം സുലൈമാൻ ഷേഖ് സാഹിബ്, ഗുലാം അഹമ്മദ് ബനാത്തുവാല സാഹിബ്. അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പേരും പാർലമെന്റിൽ ചടകുടങ്ങി എഴുന്നേറ്റു, പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു. കാരണം സുപ്രീം കോടതിയുടെ വിധി കവർ ചെയ്യണമെങ്കിൽ ഒരു രക്ഷയില്ല, പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണം. അതുകൊണ്ട് ശരീഅത്ത് നിയമത്തിന് അനുസൃതമായി പാർലമെന്റിൽ ഭേദഗതി ബില്ല്, ശരീഅത്ത് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. വലിയ ചർച്ചയായി പാർലമെന്റിനകത്ത്. പുറത്തു വമ്പിച്ച് സമരം നടത്തി. ഈ സമരത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗും സമസ്ത കേരള ജംഇയ്യത്തും കേരളത്തിലെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ സകലമാന സംഘടനകളും മുസ്ലിം പേഴ്സണൽ ബോർഡ് ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങി. അതൊരു വമ്പിച്ച മുന്നേറ്റമായിരുന്നു. ആ സമരത്തെ തുടർന്ന് അന്ന് ഇന്ത്യ ഒറ്റയ്ക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയായിരുന്നു. ആ രാജീവ് ഗാന്ധി കോൺഗ്രസ് എംപിമാർക്ക് പ്രത്യേകം വിട്ടുകൊടുത്ത് അന്ന് പാർലമെന്റിൽ ശരീഅത്ത് ബില്ല് പാസ്സാക്കിയെടുത്തു. മുസ്ലിങ്ങളുടെ ശരീഅത്ത് സംരക്ഷിക്കപ്പെട്ടു. ആ വലിയ ശരീഅത്ത് പ്രക്ഷോഭ കാലഘട്ടത്തിൽ ഇന്ന് ഇവരൊക്കെ പറയുന്ന ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. വിവാഹമോചനം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ന്യായീകരിക്കാൻ പറ്റിയതല്ല. സ്ത്രീകൾക്ക് സ്വത്തവകാശം വ്യത്യാസമുണ്ട്, ന്യായീകരിക്കാൻ പറ്റില്ല. സ്ത്രീകളെ ശൈശവിവാഹം അനുവദിക്കുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. ഈ തരത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരാരോപണങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷെ മുസ്ലിം ലീഗിന്റെ അകത്തുള്ളവരല്ല, പുറത്തുള്ളവരായിരുന്നു അന്ന് ഉന്നയിച്ചത്. ആ ഉന്നയിച്ചുള്ള ഘട്ടത്തിൽ അതിനെതിരെ അതിശക്തമായി പ്രസംഗിച്ചുകൊണ്ട് നാട് നീളെ ഓടി നടന്ന് ശരീഅത്ത് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനങ്ങൾക്ക് 2-3 മണിക്കൂർ സമയം കൃത്യമായി ഇസ്ലാമിലെ ശരീഅത്ത് സംബന്ധമായ കാര്യങ്ങൾ, പ്രവാചക വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശൈശവ വിവാഹം അനുവദിക്കുന്നതിന്റെ ഇസ്ലാമികമായ ന്യായീകരണങ്ങൾ, വിവാഹമോചനത്തിന് ആജീവനം ചെലവ് കൊടുക്കേണ്ടെന്ന് പറയുന്ന ന്യായീകരണങ്ങൾ സവിശദം ശാസ്ത്രീയമായി പഠിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം പോരാട്ടം നടത്തിയ കാലഘട്ടം. കാന്തർ വിഭാഗത്തിന് ഒഴുക്കാക്കിയതാരാ? ഒറ്റപ്പാട്ടിൽ പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഉസ്താദ് കെ.പി. മാനുസ്ലേദം വർദ്ധം നാട്ടിക മുസ്ലിം സ്ലേദവർ. നടന്ന എല്ലാ വിഭാഗങ്ങളും ഞാൻ ഓർക്കും. നമ്മുടെ ഈ യോഗം, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത മഹാനായ പണത്ത് മഹാനായ സയ്യിദ്
ജിഫ്രി മുത്തുപോയത്തങ്ങൾ ഒരു സമസ്ത കേരളത്തിൽ ഒരു പ്രഗത്ഭനായ അഷർ. അള്ളാഹു മഹാനക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖം നോക്കാതെ സത്യം വെട്ടിത്തുറന്ന് പറയുന്ന പ്രഗത്ഭരായിരുന്നു അവരൊക്കെ. നാട്ടിൽ അങ്ങനെയായിരുന്നു, മാനുഷ്കർ അങ്ങനെയായിരുന്നു. അതേസമയം അവരൊക്കെ ഉറച്ച രാഷ്ട്രീയക്കാരായിരുന്നു. മാനുഷ്കർ ഉറച്ച മുസ്ലിം ലീഗാണ്. നാട്ടിക മുസ്ലിംസിനെ ഉറച്ച മുസ്ലിം ലീഗാണെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്നു. പക്ഷെ അതൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ദീനിനെതിരായ പ്രവർത്തനം പാർട്ടിക്കകത്തു നിന്നായിരുന്നാലും ശരി, പുറത്തു നിന്നായിരുന്നാലും ശരി, നഖശിഖാന്തം എതിർത്തുകൊണ്ട് ശരിയാക്കി സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു വന്നവരൊക്കെ. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, വനിതാ ലീഗ് രൂപീകരിക്കപ്പെട്ടു. വനിതാ ലീഗ് രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വനിതാ ലീഗിൽ മാർഗനിർദ്ദേശം പെരുമാറ്റച്ചട്ടം മഹാനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ആവിഷ്കരിക്കുന്നു. ആ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് വനിതാ ലീഗിന്റെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വനിത ചില പരിപാടികൾ നടത്തിയപ്പോൾ അഭിവന്ദനായ നാട്ടിക മുസ്ലിം ഷിയാർ ആയിരങ്ങളുടെ സുന്നി സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇസ്ലാമിക ശരീഅത്തിനെതിരായി പ്രവർത്തിച്ചാൽ, ഇവിടെ നിശ്ചയിക്കപ്പെട്ട പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, വനിതാ ലീഗായിരുന്നാലും ശരി, അല്ലാത്ത ലീഗായിരുന്നാലും ശരി, ഞങ്ങൾ ഞെക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ശരീരത്തിലൂടെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച ധൈര്യത്തോടുകൂടിയുള്ള ആ പ്രഖ്യാപനം, ആ ഒരു നിലപാട് ഏത് ഘട്ടത്തിലും ശരീരത്തിനെതിരെ ആറ് രംഗത്ത് വന്നാലും ആ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്ത്യയുടെ ബഹുമാന്യനായ സയ്യിദ് ജിഫ്രി മുത്തുപോയത്തങ്ങൾ തന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ അന്തസ്സോടുകൂടി നമ്മുടെ മുമ്പിൽ നമ്മുടെ നയം പ്രഖ്യാപിച്ചു. ശരീഅത്ത് സമ്പൂർണ്ണമാണ്, ഇസ്ലാം മുസ്ലിങ്ങൾക്ക് സംശയമല്ല, നമ്മൾ സംതൃപ്തരാണ്. സ്ത്രീകൾക്ക് ചില നിയമങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, ആ വ്യത്യാസം സുരക്ഷ മാനിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ശരീഅത്ത് അല്ലാഹുവിന്റെ നമ്മുടെ ഇലാഹിയായ നിയമങ്ങളാണ്, നമ്മുടെ നിയമങ്ങളല്ല. ഇലാഹിയായ നിയമങ്ങളിൽ കൈവെക്കാൻ അതിൽ ഭേദഗതി ആവശ്യപ്പെട്ട ആരുകൊണ്ടെങ്കിലും ആരെങ്കിലും രംഗത്ത് വന്നാൽ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ തലപ്പാവിനെയും ഈ തൊപ്പിയെയും എതിർത്തുകൊണ്ട് ആര് രംഗത്ത് വന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനതയെ നിലത്ത് നിൽക്കുന്ന തന്നെ ചെയ്യുമെന്ന് വന്യരാഷ്ട്രങ്ങൾ ആധികാരികമായി പ്രഖ്യാപിച്ചു. ആ ഒരു സ്വരം ചായാതെ ചെറിയാതെ ദീനിനു വേണ്ടി, സുന്നത്തമാനത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വലിയ മഹൻ പ്രതീകമായിരുന്നു ഉസ്താദ് കെ ടി മാനുഷിയാർ. അതുകൊണ്ട് തന്നെ ഉറച്ച മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിക്കൊണ്ട് തന്നെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഓണംപള്ളി സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങളിൽ പാർട്ടിയുടെ ചില നേതാക്കളുടെ നയങ്ങളോട് അദ്ദേഹത്തിന് വിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം SKSF ആണ് നമ്മുടെ സംഘടന, സുന്നി യുവത സംഘമാണ് സംഘടന, സമസ്ത കേരള ജംഇയ്യത്തുൽ സംഘടന. ഇസ്ലാമിക ശരീഅത്തിൽ ഒരു പോർണ്ണമേൽക്കാതെ അതുപോലെ കാത്തു സൂക്ഷിക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപം നൽകിയത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽക്ക് വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി അതിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ വിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ ചോദ്യം ചെയ്ത വെച്ചിൽ ആ വിശുദ്ധ ശരീഅത്തിനെ ഭേദഗതി വരുത്തുവാൻ പച്ചയായി പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത്തരം ആളുകൾ ഏത് പാർട്ടിയുള്ള ആളുകാരനാലും ശരി, ഏത് യുവജന നേതാക്കളായിരുന്നാലും ശരി, അത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സുന്നി വിദ്യാർത്ഥികൾ ഒരുക്കമാണ് എന്ന് സാമ്പത്തികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വന്യരായ ഉസ്താദിനൊപ്പം, നാട്ടിക ഉസ്താദിനൊപ്പം, സോഷ്യൽ ഉസ്താദിനൊപ്പം, നമ്മുടെ പൂർവികരായ മഹാന്മാരോടൊപ്പം ഞാൻ സ്വർഗ്ഗലോകത്ത് സംഗമിക്കാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.